നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തൃശൂർ ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് ഒല്ലൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന്. 1.49 ഗ്രാം ബ്രൌൺ ഷുഗറും മയക്കുമരുന്ന് വിറ്റുകിട്ടിയ പണവും പോലീസ് പിടിച്ചെടുത്തു. നികുതി കുടിശ്ശിക കുറച്ചുകൊണ്ടുവരുന്നതിനായി സർക്കാർ സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ഒറ്റപ്പാലം MLAയുടെ സബ്മിഷൻ. സംസ്ഥാനത്ത് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള പ്രവർത്തനം ഊർജിതമെന്ന് ധനമന്ത്രി. കൃത്യമായി നികുതി അടയ്ക്കാത്ത 25ഓളം ബാറുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. തകർച്ചയിലായ ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ അപകടങ്ങൾ തുടർക്കഥ. കുളപ്പുള്ളി ടെക്നിക്കൽ സ്കൂളിന് മുന്നിലെ വൻ ഗർത്തത്തിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കഴിഞ്ഞ രാത്രിയിലും കുഴി കണ്ട് ബ്രേക്ക് ചെയ്ത കാറിന് പിറകിൽ മറ്റൊരു കാർ ഇടിച്ച് അപകടം. ചെറുതുരുത്തിയിൽ ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 10ഓളം ബസ് യാത്രക്കാർക്ക് നിസ്സാര പരിക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സാക്കാലം. 26 ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചു. മതപ്പാടിലായ മറ്റ് 12 ആനകൾക്ക് നീരിൽ നിന്ന് അഴിക്കുന്ന മുറയ്ക്ക് ചികിത്സ തുടങ്ങും. സുഖചികിത്സ ജൂലൈ 30 വരെ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൌൺ ഷുഗറുമായി അസം സ്വദേശി അറസ്റ്റിൽ. 24 വയസ്സുള്ള അസം ലഹരിഘട്ട് സ്വദേശിയെയാണ് ഒല്ലൂർ പോലീസും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. ചെറിയ ബോട്ടിലുകളിലാക്കിയ നിലയിൽ 1.49 ഗ്രാം ബ്രൌൺ ഷുഗറും മയക്കുമരുന്ന് വിറ്റുകിട്ടിയ പണവും പോലീസ് പിടിച്ചെടുത്തു. ഒല്ലൂർ SI KC ബൈജു, സീനിയർ CPO ജയൻ, CPO വിനീത് എന്നിവർ ചേർന്നാണ് ഡാൻസ് ഓഫ് അംഗങ്ങൾക്കൊപ്പം പ്രതിയെ പിടികൂടിയത്. നികുതി കുടിശ്ശിക കുറച്ചുകൊണ്ടുവരുന്നതിനായി സർക്കാർ സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ സബ്മിഷൻ ഉന്നയിച്ചു. നികുതി പിരിച്ചെടുക്കാനുള്ള പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഊർജിതമായി തുടരുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായി കൃത്യമായി നികുതി അടയ്ക്കാത്ത 25ഓളം ബാറുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ സഭയെ അറിയിച്ചു. സർ, തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ നടപടികളാണ് കേരളത്തിൽ ധനകാര്യ വകുപ്പ് പൊതുവിൽ സ്വീകരിക്കുന്നത്. എങ്കിലും ധാരാളം പേരിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിക്കേണ്ട നികുതി അത് ലഭ്യമാക്കുന്നതിന് നികുതി കുടിശ്ശിക കുറച്ചു കൊണ്ടുവരുന്നതിന് സർക്കാർ വേണ്ടത്ര ഇടപെടുന്നുണ്ടോ? എന്തെല്ലാം നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? നിരവധി ആളുകളിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിക്കുന്ന നികുതി അത് കൃത്യമായി ലഭ്യമാക്കുന്നതിനും നികുതി കുടിശ്ശിക കുറച്ചുകൊണ്ടുവരുന്നതിനുമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബാറുകൾ കൃത്യമായി നികുതി അടയ്ക്കാത്തത് മൂലം 25ഓളം ബാറുടമകളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തെന്നും നികുതി അടയ്ക്കാത്തവരിൽ നിന്നും ഇതുവരെ 13.6 കോടി രൂപയോളം ഈടാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി ബാലഗോപാൽ സഭയെ അറിയിച്ചു. നികുതി പിരിക്കാനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ശ്രമം ഊർജിതമായി വരികയാണെന്നും പ്രേംകുമാർ MLAയുടെ സബ്മിഷൻ മറുപടിയായി മന്ത്രി സഭയെ അറിയിച്ചു. STV ന്യൂസ് ഡെസ്ക്. ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തെ ഗർത്തം അപകടക്കെണിയാകുന്നു. കഴിഞ്ഞ രാത്രി ഈ ഭാഗത്ത് വീണ്ടും അപകടമുണ്ടായി. കുഴി കണ്ട് ബ്രേക്ക് ചെയ്ത കാറിന് പിറകിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. നേരത്തെ നഗരസഭയിലെ വനിതാ കൗൺസിലർക്ക് ഈ ഭാഗത്ത് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് PWD അധികൃതർ താൽക്കാലികമായി കുഴി അടച്ചിരുന്നെങ്കിലും മഴ ശക്തമായതോടെ വീണ്ടും ഗർത്തം രൂപപ്പെടുകയായിരുന്നു. എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചളവറ സ്വദേശി അഭിലാഷിന്റെ ഓൾട്ടോ കാറും ചെറുതുരുത്തിയിൽ നിന്ന് കുളപ്പുള്ളിയിലേക്ക് വരികയായിരുന്ന കൂറ്റനാട് സ്വദേശി ഷൗക്കത്തിന്റെ ഇൻഡിഗോ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ കുഴി പെട്ടെന്നാണ് മുന്നിൽ പോയ വാഹനത്തിന്റെ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനം ബ്രേക്ക് ചെയ്തതോടെ പിറകെ വന്ന ആൾട്ടോ കാർ ഇൻഡിഗോ കാറിന്റെ പിറകിലിടിക്കുകയായിരുന്നു. ആൾട്ടോ കാറിന്റെ എയർ ബാഗ് പുറത്തുവന്ന് അഭിലാഷിന്റെ നെഞ്ചിൽ പതിച്ചു. തലചുറ്റി വീണ ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലെ വലിയ ഗർത്തം ഏതാനും നാളുകളായി അപകട ഭീഷണി ഉയർത്തുകയാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് സ്കൂളിന് മുന്നിലുള്ള കുഴിയിൽ ഇരുചക്ര വാഹനം വീണ് ഷൊർണൂർ നഗരസഭയിലെ വനിതാ കൗൺസിലർക്ക് പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് താൽക്കാലികമായി ക്വാറി വേസ്റ്റിട്ട് PWD അധികൃതർ കുഴി അടച്ചിരുന്നു. എന്നാൽ മഴ വന്നതോടെ ക്വാറി വേസ്റ്റ് പുറത്തേക്ക് നീങ്ങി വീണ്ടും വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. ക്വാറി വേസ്റ്റ് അവശിഷ്ടങ്ങൾ പാതയിൽ ചിതറിക്കിടക്കുന്നതും അപകട ഭീഷണിയാകുന്നു. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വിദ്യാലയത്തിന് മുന്നിലായതിനാൽ വിദ്യാർത്ഥികൾക്കും വലിയ ഗർത്തങ്ങൾ വൻ ഭീഷണിയാണ്. എത്രയും വേഗം റോഡിലെ കുഴിയടയ്ക്കാൻ നടപടിയുണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഷൊർണൂർ മുതൽ ചെറുതുരുത്തി പാലം വരെ റോഡ് തകർച്ചയിലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ചെറുതുരുത്തിയിൽ ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. ബസ് യാത്രക്കാർക്ക് പരിക്ക്. ചൊവ്വാഴ്ച രാവിലെ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിനു സമീപത്തായിരുന്നു അപകടം. അപകടത്തിൽ ബസിന്റെയും ലോറിയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. ചൊവ്വാഴ്ച രാവിലെ 7:45 തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. ഷൊർണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ടോറസ് ലോറിയുടെ മുന്നിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്ന് ടോറസ് ലോറിയും ബ്രേക്കിടുകയും തൊട്ടുപിറകിലുണ്ടായിരുന്ന എറണാകുളത്ത് നിന്നും വരികയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇതേ തുടർന്ന് ടോറസ് ലോറിയുടെ പിറകുവശത്തും തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് നാഷണൽ പെർമിറ്റ് ലോറിയുടെ പിറകുവശത്തും ഇടിക്കുകയായിരുന്നു. എറണാകുളത്ത് നിന്ന് ഫ്രിഡ്ജ് കയറ്റി ഇങ്ങനെ മലപ്പുറത്തേക്ക് പോണ വഴിയായിരുന്നു. അപ്പോൾ താഴത്തെ ജംഗ്ഷനിൽ നിർത്തിയ ബസ് ആളിറക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് ഒരു 5-6 ടിപ്പർ വണ്ടി ഫ്രണ്ടിൽ വന്നു. അപ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി കയറുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് നിർത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞാൻ കൊണ്ട് നിർത്തിയപ്പോൾ ടിപ്പറിൽ തൊട്ടടുത്ത് നിർത്തി. ബാക്കിൽ വന്ന ബസ് കുറച്ച് സ്പീഡിലാണ് തോന്നുന്നത്, അത് അടിച്ച് കയറി. അങ്ങനെ ലോറീൻ്റെ ബാക്കിൽ നമ്മൾ ജാമായി പോയി. ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ പൊട്ടി. കുറച്ച് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പരിക്കോട് കൂടിയിട്ട് അത് ഹോസ്പിറ്റലിലേക്ക്. ഇടിയുടെ ആഘാതത്തിൽ നാഷണൽ പെർമിറ്റ് ലോറിയുടെയും സ്വകാര്യ ബസിന്റെയും മുൻവശം പൂർണ്ണമായും തകർന്നു. യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃത്താല വേങ്ങശ്ശേരിക്കാവിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിലെ നവീകരണത്തിനായി ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത സംഭാവനയിൽ നിന്നാണ് ലക്ഷങ്ങളുടെ തിരിമറി നടന്നിരിക്കുന്നത്. കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. നവീകരണത്തിന് വേണ്ടി ഭക്തജനങ്ങളിൽ നിന്നും സമാഹരിച്ച സംഭാവനയുടെ കണക്ക് അവതരിപ്പിക്കുവാൻ തയ്യാറാകാതിരുന്ന ട്രസ്റ്റി ബോർഡിന്റെയും പുനരുദ്ധാരണ കമ്മിറ്റിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അവതരിപ്പിച്ച കണക്കിൽ 25 ലക്ഷം രൂപയുടെ അഴിമതി കാണുന്നതായും അനൌദ്യോഗിക കണക്ക് പ്രകാരം 60 ലക്ഷം രൂപയുടെ കണക്ക് കാണുന്നില്ലെന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 80% പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. പക്ഷേ ഈ 3 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനോ അത് പൊതു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനോ ബോർഡിനും അതുപോലെ പുനരുദ്ധാരണ കമ്മിറ്റിക്കും സാധിക്കാതെ വന്നപ്പോൾ പ്രാദേശികമായ ഒട്ടകങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇവിടെ ചില അഴിമതികൾ നടക്കുന്നുണ്ട് എന്ന് സംശയമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോൾ അവിടുത്തെ ബോർഡിൻ്റെ അംഗങ്ങളും ട്രസ്റ്റി ബോർഡിൻ്റെ അംഗങ്ങളും പുനരുദ്ധാരണ കമ്മിറ്റിയും കൂടി കുറച്ച് ഒട്ടകങ്ങൾ വെച്ച് കൂട്ടി അവതരിപ്പിച്ച കണക്കുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ തന്ത്രിമാറ്റം ദേവഹിതം ചിന്തിക്കാതെയും ചില വ്യക്തികളുടെ താൽപ്പര്യത്തിനു വേണ്ടി ക്ഷേത്ര ആചാര ലംഘനം നടത്തിയുമാണ് നടന്നതെന്നും ഇതിൻ്റെ പുറകിലും സാമ്പത്തിക അഴിമതി ആരോപിക്കപ്പെടുന്നുണ്ടെന്നും ഇത് ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രാചാര ലംഘനത്തിൻ്റെ ഭാഗമായി കാണണമെന്നും ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ ആരോപിച്ചു. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്നില്ലെന്നും തലമുറകളായി അനുവർത്തിച്ചു വരുന്ന ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നും അഴിമതി സമഗ്രമായി അന്വേഷിച്ച കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം ഹിന്ദു ഐക്യവേദി ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PN ശ്രീരാമൻ, ജില്ലാ ജനറൽ സെക്രട്ടറി C രവീന്ദ്രൻ എറവക്കാട്, ജില്ലാ വൈസ് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, PV കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സാകാലം. ചിട്ടയായ മരുന്നുകളും ഭക്ഷണക്രമവുമെല്ലാമായി ദേവസ്വത്തിന്റെ 26 ആനകൾക്കാണ് സുഖചികിത്സ ആരംഭിച്ചത്. ജൂലൈ 30 വരെയാണ് സുഖചികിത്സ. ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ഒപ്പം ശരീരപുഷ്ടിയും ലക്ഷ്യമിട്ടാണ് സുഖചികിത്സ നൽകുന്നത്. ഇതിനായി സമീകൃത ആഹാരമാണ് നൽകുക. 12 ആനകൾ മദപ്പാടിലാണ്. നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്ക് അവയ്ക്കും സുഖചികിത്സ നൽകും. ചികിത്സയ്ക്കായി 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട്. 3420 കിലോഗ്രാം അരി, 1140 കിലോ ചെറുപയർ, റാഗി, 114 കിലോ മഞ്ഞൾപ്പൊടി എന്നിവയ്ക്ക് പുറമെ അഷ്ടചൂർണം, ചവനപ്രാശം, അയൺ ടോണിക്, ധാതുലവണങ്ങൾ, വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സാ കാലത്ത് ആനകൾക്ക് നൽകുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
രാജ്യത്ത് പുതിയ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സർവകക്ഷി യോഗം നടത്തി. പുതിയ നിയമം സംബന്ധിച്ച ബോധവൽക്കരണം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് SI DS ആനന്ദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഭാരതീയ ന്യായ സംഹിത ഒരു നിയമം വരുന്നുണ്ട്. CRPC നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങൾ അത് CRPCയിലാണ് പറഞ്ഞിരുന്നത്. CRPCക്ക് പകരം BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അങ്ങനൊരു നിയമം വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ തെളിവ് നിയമം, നമ്മൾ തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് കൊടുക്കുന്ന, കോടതി നടപടികൾ പൂർത്തിയാക്കിയിരുന്നതുമായ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം BSA ഭാരതീയ സാക്ഷ്യ അധിനിയം. അങ്ങനെ ഈ 3 നിയമങ്ങളാണ് പുതുതായിട്ട് നിലവിൽ വരാൻ പോകുന്നത്. ഈ 1860 എഴുതിയിരുന്നത് കൊണ്ട് തന്നെ കുറേ പോരായ്മ, ഇപ്പം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള കുറേ പോരായ്മകളും ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അറിയാം അല്ലേ? പല നിയമങ്ങളും പോരാ, അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് നമ്മളെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. SIമാരായ വിനു, സുഭാഷ്, SPO ബേബി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറുപടി പ്രസംഗം നടത്തി. ഒറീസയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പോക്സോ കേസിലെ പ്രതിയെ പിടികൂടിയ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ അംഗങ്ങൾ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മണ്ണൂരിൽ SYS പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. 1-ാം മൈൽ മദ്രസയിൽ നടന്ന കൺവെൻഷൻ ഞാറക്കോട് പള്ളി ഖത്തീബ് മുഹമ്മദ് സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്, ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഒരു സംഘടനയുടെ കീഴിൽ 10 ആൾ വരുമ്പോൾ ആ 10 ആളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും ഒരു മഹത്വമുള്ളൊരു സംഗതി. ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത സംഘടന ചെയ്യാൻ പറ്റും. അതാണ് സംഘടന കൊണ്ടുള്ളതായ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, ദീനീയ ആകത്തുകൾ, നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ദീനീയ ചൈതന്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ നിലനിൽപ്പുകളും സാംസ്കാരികമായും മാനുഷികമായും എല്ലാം ജനങ്ങളെ ഊന്നിക്കൊണ്ടുവരിക. പ്രസിഡന്റ് മുത്തലി മൗലവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വർക്കിംഗ് സെക്രട്ടറി PM യൂസഫ് പത്രിപ്പാല പരിപാടി വിശദീകരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KM അബ്ദുൽ ഹക്കീം, സയ്യിദ് ഹാജി, റഫീഖ്, ഇസ്മായിൽ, ഷെരീഫ് കാഞ്ഞിരമ്പാറ, അജ്മൽ മുസ്ലിയാർ, അബ്ബാസ് മുസ്ലിയാർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ പള്ളികളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുല്ലാഹ് ചേലക്കര പ്രാദേശിക സമ്മേളനം വല്ലങ്ങിപ്പാറയിൽ നടന്നു. വിവിധ കായിക വൈജ്ഞാനിക മത്സരങ്ങളുടെ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിലായിരുന്നു സമ്മേളനം. പ്രാദേശിക സമ്മേളനം ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് M സുബൈർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വയോജന സംഘടനാ പ്രാദേശിക ഘടകം പ്രസിഡന്റ് T റാഷിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി K മുഹമ്മദ് സലീം, കേച്ചേരി ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കായിക വൈജ്ഞാനിക മത്സരങ്ങൾക്ക് മൗലവി ഗുലാം അഹമ്മദ്, മൗലവി നസീം അഹമ്മദ്, മൗലവി K മുഹമ്മദ് സലീം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശി അറസ്റ്റിൽ. പ്രതിയെ പിടികൂടിയത് ഒല്ലൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന്. 1.49 ഗ്രാം ബ്രൗൺ ഷുഗറും മയക്കുമരുന്ന് വിറ്റുകിട്ടിയ പണവും പോലീസ് പിടിച്ചെടുത്തു. നികുതി കുടിശ്ശിക കുറച്ചുകൊണ്ടുവരുന്നതിനായി സർക്കാർ സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ച് നിയമസഭയിൽ ഒറ്റപ്പാലം MLAയുടെ സബ്മിഷൻ. സംസ്ഥാനത്ത് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള പ്രവർത്തനം ഊർജിതമെന്ന് ധനമന്ത്രി. കൃത്യമായി നികുതി അടയ്ക്കാത്ത 25ഓളം ബാറുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. തകർച്ചയിലായ ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ അപകടങ്ങൾ തുടർക്കഥ. കുളപ്പുള്ളി ടെക്നിക്കൽ സ്കൂളിന് മുന്നിലെ വൻ ഗർത്തത്തിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കഴിഞ്ഞ രാത്രിയിലും കുഴി കണ്ട് ബ്രേക്ക് ചെയ്ത കാറിന് പിറകിൽ മറ്റൊരു കാർ ഇടിച്ച് അപകടം. ചെറുതുരുത്തിയിൽ ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് 10ഓളം ബസ് യാത്രക്കാർക്ക് നിസ്സാര പരിക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സാക്കാലം. 26 ആനകൾക്ക് സുഖചികിത്സ ആരംഭിച്ചു. മതപ്പാടിലായ മറ്റ് 12 ആനകൾക്ക് നീരിൽ നിന്ന് അഴിക്കുന്ന മുറയ്ക്ക് ചികിത്സ തുടങ്ങും. സുഖചികിത്സ ജൂലൈ 30 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.